ക്രിസ്മസ് ട്രീ ആരംഭിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. പശ്ചിമ ജർമ്മനിയിൽ ക്രിസ്മസ് ട്രീയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഒരു കൊടുങ്കാട്ടിൽ കാട്ടാളന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. മനുഷ്യരെ തിന്നുന്ന ഈ കാട്ടാളന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് ഒരു കൊച്ചു ബാലൻ അവിടേക്ക് വരുന്നുണ്ട്. തണുത്ത് വിറങ്ങലിച്ചാണ് ഈ കൊച്ചുബാലൻ അങ്ങോട്ട് വന്നത്. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന കാട്ടാള സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമായി, കൊന്നു തിന്നുവാനായിട്ടുള്ള സന്തോഷമായിരുന്നു അത്. പക്ഷേ ഈ കാട്ടാളന്മാരുടെ തലവനായ മൂപ്പന്, അപ്പൂപ്പന് അവനോട് അതിയായ വാത്സല്യമാണ് തോന്നിയത്. തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി തൻ്റെ രോമക്കുപ്പായം അവന് ഇട്ടുകൊടുക്കുന്നുണ്ട്. അന്ന് ഭക്ഷണത്തിന് ശേഷം ഉറങ്ങാനായിട്ട് ഈ മൂപ്പൻ്റെ, അപ്പൂപ്പൻ്റെ കുടിലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയൊക്കെ വൃത്തിയാക്കി കട്ടിൽ അവനോട് ഉറങ്ങിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഉറങ്ങാൻ പോയി. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സുന്ദരമായ ഒരു ഗാനം എല്ലാവരും കേൾക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് അറിയുവാൻ എല്ലാവരും കൂടി ആകാംക്ഷയോടെ ചെന്നപ്പോൾ അവരറിയുന്നത് ഈ കൊച്ചുബാലൻ കിടന്ന കുടിലിൽ നിന്നാണ്. അവർ ചെന്നപ്പോൾ ഈ കൊച്ചുബാലൻ വളരെ മനോഹരമായി പാടുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ, സന്തോഷത്തിൻ്റെ കണ്ണുനീരോടുകൂടി എല്ലാവരും അവൻ്റെ കാലിൽ വീഴുന്നുണ്ട്. ഉണ്ണി യേശുവാണെന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ബാലനായ ഈശോയ്ക്കും സന്തോഷമായി. അവൻ അവരെയും കൂട്ടിക്കൊണ്ട് കുടിലിന് പുറത്തേക്ക് പോകുന്നുണ്ട്. തുറന്നു കിടക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ഫിർ മരത്തിൻ്റെ കമ്പെടുത്ത് നിലത്ത് കുഴിച്ചിട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ തന്ന സ്നേഹത്തിന് നന്ദിയായി, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ അടയാളമായി എല്ലാ വർഷവും ക്രിസ്മസ് ദിനങ്ങളിൽ ഈ ഫിർ മരം പൂക്കും. നിങ്ങളത് മനോഹരമായിട്ട് അലങ്കരിക്കുക. അത് പറഞ്ഞിട്ട് ബാലനായ ഈശോ അപ്രത്യക്ഷനാകുന്നുണ്ട്. ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇപ്പോഴും നമ്മൾ ക്രിസ്മസ് ട്രീ എല്ലാ വീടുകളിലും പള്ളികളിലും വയ്ക്കാറുണ്ട്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നുണ്ട്, വിനയമാണ് മനുഷ്യരെ മാലാഖമാരാക്കുന്നത്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഈശോയ്ക്ക് വേണ്ടി വിനയമുള്ള മാലാഖമാരാകുവാൻ നമുക്ക് സാധിക്കട്ടെ.